മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമൂന്തന് അത്യാവശ്യമായിരുന്നു ഇത്തരത്തിലുള്ള സിനിമ. ആസ് ആൻ ആക്ടർ ഉണ്ണിമൂന്തൻ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയതുപോലെ തോന്നി. അതായത് പുള്ളിയുടെ സേഫ് സോണിൽ നിൽക്കുന്ന സിനിമയല്ല ഇത്. ഒരു ആക്ഷൻ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും കാണിക്കാനോ ഒന്ന് ഷോ ഓഫ് ചെയ്യാനോ ഉള്ള സെറ്റപ്പ് ഒന്നും ഇല്ലാത്ത സിനിമയാണ്. പക്ഷെ ഭയങ്കര നൈസായിട്ട് പുള്ളി ഇത് ഹാൻഡിൽ ചെയ്തു. ഒരു പാവം മനുഷ്യനായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഡോക്ടറായിട്ട് വരുന്ന ഒരു വ്യക്തി ഗൈനക്കോളജിയാണ് പുള്ളി സെലക്ട് ചെയ്യുന്നത്. മെയിൽ ഗൈനക്കോളജിസ്റ്റുകൾ ഭയങ്കര കുറവാണ്. എന്നാലും പുള്ളിയുടെ ഒരു 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 ഇഷ്ടത്തിന്റെ പുറത്ത് അതിനൊരു കാരണമുണ്ട്. അതിന്റെ പുറത്ത് പുള്ളി ഗൈനക്കോളജി സെലക്ട് ചെയ്യുന്നു. പിന്നെ പുള്ളിയുടെ ഒരു സക്സസ് ഉണ്ടാകുന്നു. പിന്നെ പുള്ളി സക്സസ് പിടിച്ചു നിർത്താനായിട്ട് പുള്ളി കാണിക്കുന്ന കുറച്ച് പരിപാടികളും ഗിമിക്സും പരിപാടികളും ഒക്കെയാണ് സിനിമ. നിഖില വിമലാണ് പേരായിട്ട് വരുന്നത്. നിഖില വിമലിന്റെ പെർഫോമൻസിനോട് എനിക്ക് പൊതുവെ ഒരു താല്പര്യക്കുറവാണ്. കാരണം എല്ലാ സിനിമയിലും എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് നിഖില വിമലായിട്ട് തന്നെ തോന്നും. ഇന്റർവ്യൂവിൽ കാണുന്ന നിഖില വിമൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു തോന്നൽ വരും. കാര്യം സിമ്പിൾ ഒരു പാവമായിട്ട് പറയുമ്പോഴും കുറച്ച് ഒരു ഒരു ഭർത്താവുകളെ കുറിച്ച് ലവിങ് സീൻസും പരിപാടികളൊക്കെ പറയുന്ന സമയത്ത് തോന്നുന്നു എനിക്ക് പേഴ്സണലി എനിക്കൊരു ഒരു ഒരു സിങ്ക് തോന്നിയില്ല. വേറെ കുറെ കഥാപാത്രമുണ്ട്. നല്ല നല്ല കഥാപാത്രം. സുധീഷ് ചെയ്ത കഥാപാത്രം, സുരഭി ചെയ്ത കഥാപാത്രമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കുറെ നല്ല സീനുകൾ ഉണ്ടായിരുന്നു, കുറെ നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു, കുറെ നല്ല റിലേഷൻഷിപ്പുകൾ കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു ബ്യൂട്ടിഫുൾ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ സമയത്ത് ഇത്തരത്തിലുള്ള സിനിമകൾക്ക് എന്ത് പ്രസക്തി, തിയേറ്ററിൽ എന്ത് പ്രസക്തി എന്നാണ് എനിക്ക് ഇത്തരം സിനിമകൾ എടുക്കുന്ന സംവിധായകന്മാരോട് നിർമ്മാതാക്കളോട് ചോദിക്കേണ്ടത്. ഞാൻ ഈ സെയിം സാധനം ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. കാര്യം ആളുകൾ കാറ്റഗറൈസ് ചെയ്തു. ആളുകൾക്ക് ഇപ്പൊ ഫീൽ ഗുഡ് മൂവി, ഒരു ലൈറ്റ് ഹേർട്ടഡ് മൂവി ഒന്നും ആളുകൾ തിയേറ്ററിൽ വന്ന് കാണാറില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാര്യം വലിയ കുഴപ്പമില്ലാത്ത ഫാമിലിയൊക്കെ ആയിട്ട് പോയിരുന്ന് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന, അത്യാവശ്യം ഒന്ന് കണ്ണ് നനയിച്ച്, അത്യാവശ്യം ഒന്ന് സന്തോഷിച്ച്, ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെങ്കിൽ പോലും ആളുകൾ തിയേറ്ററിൽ വരാറില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ പെട്ടെന്ന് ഓർത്തത് ഭരതനാട്യം സിനിമ. ഞാൻ തിയേറ്ററിൽ കണ്ട അത്രയും സന്തോഷിച്ച സിനിമയാണ്. ഒരു മനുഷ്യരും ഇല്ലായിരുന്നു കാണാൻ. OTT വന്നപ്പോഴത്തേക്കും ഭയങ്കര ബഹളം. ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ സിനിമയെ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇത് കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ കാണാം. നല്ല സിനിമയാണ്. ഒരു വാച്ചബിൾ സിനിമയാണ്. ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിമ്പിൾ സിനിമ. അപ്പോൾ ഓക്കെ.